ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇന്ന് ഞാൻ എന്താ കുറച്ച് ഈട്ടൊക്കെ കൈപിടിച്ചിരിക്കുന്നതെന്നല്ലേ. ഇത് പ്ലേയിങ് കാർഡ്സിന് 2 ബോക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നല്ലൊരു ക്രിസ്മസ് ഡെക്കോർ ഐറ്റം ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരാണ്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് കാർഡ്സ്, ബാക്ക് സൈഡിൽ 2 ടൈപ്പ് ഡിസൈൻസ് ഉള്ള 2 പെട്ടി കാർഡ്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നല്ലൊരു ഫോട്ടോ ഫ്രെയിം അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് വ്രത്ത് എന്നൊക്കെ പോലെയുള്ള ഒരു സംഭവമാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണേ. അപ്പോൾ ഇങ്ങനെ കാർഡ് ഫോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ കാർഡ്സും ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുവാണ്. 2 ബോക്സ് കാർഡ്സ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഏകദേശം എല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു പിക്ചർ വേണം. അതിനാണ് ഞാൻ ആ സൈഡിൽ ഒരു പിക്ചർ എടുത്ത് വെച്ചിട്ടുള്ളത് റൗണ്ട് ഷേപ്പിൽ. ഇനി നമ്മളിത് എങ്ങനെയാണ് ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ഫോൾഡിന്റെ ഉള്ളിലേക്ക് ഓരോ ഫോൾഡ് ചെയ്ത് വെച്ച കാർഡ്സ് ഞാനിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതിങ്ങനെ ഓരോ സൈഡിൽ നിന്നും ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കതിങ്ങനെ ജോയിൻ ചെയ്ത് നല്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാൻ പറ്റും. ഞാനിങ്ങനെ ജോയിൻ ചെയ്ത് ഏകദേശം ആ ഒരു പിക്ചറിന്റെ റൗണ്ട് സൈസിലേക്ക് വേണ്ട രീതിയിൽ ഞാനിതിങ്ങനെ റൗണ്ട് ആക്കി എടുക്കുകയാണ്. വിട്ടുപോവാതെ സൂക്ഷിക്കണം. അപ്പം നല്ല രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫോൾഡിംഗ് ഒക്കെ കറക്റ്റായിട്ട് കയറ്റിയെടുക്കുക. ഇങ്ങനെ ഞാനത് ജോയിൻ ചെയ്യുവാണ് കേട്ടോ ഒരു സൈഡിൽ. ഇപ്പം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറെ റോസസിന്റെ ഒരു പിക്ചറാണ് കേട്ടോ ഇതിൽ വരുന്നത്. ആ കാർഡുമേ ഇപ്പോൾ കറക്റ്റ് ആ ഒരു ഫ്രെയിമിലേക്കുള്ള റൗണ്ട് ഷേപ്പായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റ് എങ്ങനെയാണ് നമുക്ക് വെക്കണമെന്ന് നോക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ഇതൊരു ഷീറ്റിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ആ ഒരു പിക്ചർ ഷീറ്റിലേക്ക് ഒട്ടിച്ചു. ഇനി അതിന്റെ മുകളിലായിട്ട് നമ്മൾ ചെയ്ത് വെച്ച ഒരു ഫ്രെയിം അതിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ക്രിസ്മസ് വ്രത്ത് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇവിടെ ചെയ്തു പോകുന്നത്. ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് പല രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും. ഇതെന്നെ പഠിപ്പിച്ചത് എൻ്റെ മമ്മിയുടെ ബ്രദറാണ് കേട്ടോ. ആള് നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഇതുപോലെ നല്ലൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. നല്ല രീതിയിൽ പെയിന്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ആളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ശരിക്കും വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഫസ്റ്റ് കാണുന്ന പെയിന്റിങ് തന്നെ ആള് ചെയ്യുന്ന ഒരു പെയിന്റിംഗ് ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർബായി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും എൻ്റെ ഒരു വീഡിയോയിൽ ആളെ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ രണ്ടാമത്തെ സെറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റേ ബോക്സിൽ കാർഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സൂര്യന്റെ ഷേപ്പൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ സെക്കൻഡ് റൗണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഫോൾഡിങ്ങിന്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് പോവുകയാണ്. അത് നിങ്ങൾക്ക് ആ ഫോൾഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഓരോ ഷേപ്പ് പറയുന്നത്. ഇത് പല തരത്തിൽ നമുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പല ഷേപ്സിലാക്കി എടുക്കാൻ പറ്റും. അത് ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഇതെങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഫ്രെയിംസ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഞാൻ ഇനി നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രെയിം നമ്മൾ എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ ഇനി ഒരു 2 കാർഡും കൂടി വെച്ചാൽ നമ്മുടെ ഈ ഒരു സെക്കൻഡ് റൗണ്ട് ഫിനിഷ് ആവും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തേർഡ് റൗണ്ടും കൂടി വെക്കണം. കണ്ടോ, അപ്പോൾ സെക്കൻഡ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു സ്പിന്നിങ് വീൽ പോലെയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സെറ്റ് ഞാൻ വെക്കുകയാണ്. അത് ഞാൻ ആദ്യം എടുത്ത കാർഡിന്റെ തന്നെ വേറൊരു സൈഡാണ് കേട്ടോ എടുക്കുന്നത്. കണ്ടോ, നല്ലൊരു ലാവൻഡർ കളറും ഉള്ള ഒരു ഫ്ലവറും അതുപോലെ തന്നെ റോസിന്റെ ഫ്ലവറും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു പിക്ചറാണ് അവിടെ വരുന്നത്. അപ്പം ഞാനത് ഇതിങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളിതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ആ ഫോൾഡിങ്ങിൽ നമുക്ക് എവിടെയാണോ വെക്കാൻ സൗകര്യം അതുപോലെ നമുക്കിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നീറ്റായിട്ട് കൈവച്ച് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. നമുക്കിതിപ്പോൾ കാർഡ് ഫോൾഡ് ചെയ്ത് വെച്ചത് പോരായിക വന്നു. അപ്പം ഞാൻ വീണ്ടും കാർഡ്സ് കുറേ ഇങ്ങനെ മടക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞു. ഇതൊരു ക്രിസ്മസ് വ്രത്ത് എന്നുള്ള രീതിയിൽ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു ഫ്രെയിം പോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. അത് ഒരു ലെയർ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ 3 ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിത് ക്രിസ്മസ് വ്രത്താക്കി മാറ്റാൻ പോകണം. അപ്പം എനിക്കൊരു ബോ വേണമായിരുന്നു. ആ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ ഒരു റെഡ് കളർ പേപ്പർ ഇങ്ങനെ കോണോട് കോൺ മടക്കി എടുക്കുകയാണ്. ഇനി ഇതെങ്ങനെയാണ് റിബൺ ആക്കി മാറ്റുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ആ ഒരു വരകളിൽ കൂടെയൊക്കെ ഫോൾഡിങ്ങിന്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ വെട്ടിയെടുക്കുകയാണ്. കുറച്ച് ഭാഗം മാത്രമേ വെട്ടുന്നുള്ളൂ. ആദ്യത്തെ ഫോൾഡിങ് ഞാനിവിടെ കീറി മാറ്റുകയാണ്. ഇനി ഇതിങ്ങോട്ട് മടക്കി നമ്മൾ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി 2 സൈഡും ജസ്റ്റ് ബാക്കിയുള്ള പോർഷൻ നമ്മളൊന്നൊരു കർവായിട്ട് കട്ട് ചെയ്യുക.
ഇനി ചെയ്യുന്ന 4 അറ്റത്തും ഞാൻ കുറേശ്ശെ ഗമ്മ് തേച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ആ ഫോൾഡിങ് റിബണിന്റെ ഫോൾഡിങ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇപ്പൊ നമ്മുടെ റിബണിന്റെ ഫോൾഡിങ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ റിബൺ ബാക്കി വരുന്ന ഒരു പോർഷനായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ബോ ഇവിടെ റെഡിയാണ്. ഇനി അത് ഞാൻ ആ ഒരു റെത്തിന് താഴെയായിട്ട് വെച്ച് ഒട്ടിക്കുകയാണ്. ഇനി ഇതിന്റെ സെന്ററിലോട്ടായിട്ട് ഞാനൊരു പൈൻ ട്രീ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എവിടുന്നൊക്കെയോ കിട്ടി സൂക്ഷിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ മുകളിൽ ഞാനൊരു കുഞ്ഞു സ്റ്റാറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതായത് ആ സ്റ്റാർ വെച്ച് കൊടുക്കുന്നത് വെച്ചാൽ അതുമൊരു ത്രെഡ് ഉണ്ട്. അപ്പൊ നമുക്കത് ഹാങ് ചെയ്യാൻ എളുപ്പമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. എന്റെ പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എന്റെ എല്ലാ വ്യൂവേഴ്സിനും ഒത്തിരി താങ്ക്സ്. നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ടാണ് എന്റെ ഈ കോൺഫിഡൻസ് ലെവൽ കൂടാനും ഈ വീഡിയോസ് ഒക്കെ ചെയ്യാനുമുള്ള കാരണം. അപ്പൊ ഇനി സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. സ്റ്റേ സേഫ് ആൻഡ് ബൈ.